ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന SIT റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 23-ന് DGPക്ക് ലഭിച്ച റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ സർക്കാരും മെല്ലെപ്പോക്ക് തുടരുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ SIT ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിനായാണ് റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് എന്ന വിമർശനം ശക്തമായി ഉയരുമ്പോഴാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രതികരണം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ജൂൺ 23-നാണ് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. 17 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് DGPയുടെ മേശപ്പുറത്ത് നിന്നും നീങ്ങിയിട്ടില്ല. അന്വേഷണം തുടരുകയാണെന്നും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി. അല്ല, ഇതുവരെ റിപ്പോർട്ട് ഗവൺമെന്റ് മുമ്പിൽ എത്തിയിട്ടില്ല. എത്തിയെന്നാണ് ഞാൻ പരിശോധിച്ചത്. ഒന്നാമത് അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു റിപ്പോർട്ട് DGP കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് ഗവൺമെൻറ് കൊടുക്കും. ഗവൺമെൻറ് ACS ഹോം അത് പരിശോധിച്ചിട്ടായിരിക്കും ഗവൺമെൻറ് മിനിസ്റ്റർ എന്നുള്ളതിൽ എൻ്റെ എത്തുന്നത്. അതിൻ്റെതായ ഒരു സമയം ഉണ്ടാവും. അത്ര വേറൊന്നുമില്ല. DGP റാങ്കിലുള്ള നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കും. ADGPമാരിൽ സീനിയറായ അജിത് കുമാറിനാണ് അടുത്ത ഊഴം. റിപ്പോർട്ടിലെ മെല്ലെപ്പോക്ക് അജിത് കുമാറിനെ സംരക്ഷിക്കാനാണെന്നാണ് വിമർശനം. LDF സർക്കാരിന്റെ കാലത്ത് നൽകിയ അതേ പിന്തുണയും സഹായവും തന്നെയാണ് UD സർക്കാരും അജിത് കുമാർ നൽകുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.